ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ഇഡ്ഡലിയാണ്. റവ ഇഡ്ഡലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചത്, അതുപോലെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞിട്ടെടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ എടുക്കേണ്ടത് വറവിന് വേണ്ട സാധനങ്ങളാണ്. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് കശുവണ്ടി പരിപ്പ്, അതുപോലെ ഒരു സ്പൂണ് കുരുമുളക്, ഇത് നമ്മുടെ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് ഒരു സ്പൂണ് കടുക്, പിന്നെ കൂടാണ്ട് ഒരു സ്പൂണ് നമ്മുടെ നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഒരു സ്പൂണ് 1.5 സ്പൂണ് നെയ്യ് എടുക്കുക, ഒന്ന് ഉരുക്കിയെടുക്കുക. അതാദ്യം നെയ്യൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കടലപ്പരിപ്പ്, അതുപോലെ കശുവണ്ടി പരിപ്പ്, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം ഇട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഒന്ന് വഴറ്റാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ റവ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഗ്ലാസ്സിൽ, ഇത്ര പോലെയുള്ള ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അല്ലേ, 1.5 ഗ്ലാസ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ, ചെറിയൊരു ബ്രൗൺ കളർ അത് വരണം. ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ നമുക്ക് വേണ്ട അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആയ തൈര്. നമ്മൾ നേരത്തെ 1.5 ഗ്ലാസ് റവയാണ് എടുത്തത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ്, 1 ഗ്ലാസ് വരെ തൈര് നമ്മൾ എടുക്കുക. ഇതൊന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഓഫാക്കി വെക്കാം. ഓഫാക്കി നമ്മുടെ റവയുടെ ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതിലേക്കൊന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുളി കുറഞ്ഞ തൈര് വേണം യൂസ് ചെയ്യാൻ. പിന്നെ അതുപോലെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് ഇഡ്ഡലിയുടെ പരുവത്തിന് ആക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ഇഡ്ഡലിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് നമുക്ക് ഒന്ന് വെറുതെ വെക്കാം. നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇടയ്ക്ക് കൊടുത്ത് നമ്മൾക്ക് ഇതൊരു 20 മിനിറ്റ് നമുക്ക് 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനിയും വേണമെങ്കിൽ വെള്ളം വേണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അപ്പോൾ അറിയാം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഒന്നുകൂടെ കുറച്ച് വെള്ളം നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒരു പൊടിക്ക് മല്ലിയില അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് ചേർത്തിട്ട് നമുക്ക് ഇന്ന് അടച്ചു വെക്കാം. നമ്മുടെ മാവ് ഏകദേശം നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പൊടിക്ക് സോഡാക്കാരം കൂടെ നമുക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് പാർന്നു കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ച് ചൂടാവാൻ വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ റവ ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റവ ഇഡ്ഡലി തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.